പടം നല്ല കൊള്ളാൻ ബ്രോ, നല്ല പടം. അത് ബേസിക്കലി എനിക്ക് സ്റ്റോറി ലൈനൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് വൈസ് എല്ലാവരുടെ അടിപൊളി. പിന്നെ ബേസിൻ്റെ ഒരു വെച്ച് നോക്കുമ്പോൾ പ്രാവിൻഷു കൂടി അപ്പോൾ അതിനേക്കാൾ അത്യാവശ്യം ബെറ്റർ ആയിട്ട് തോന്നി ഈ കഥ. കൊള്ളാം, നല്ല സിനിമയാണ്. കൊള്ളാം, അടിപൊളിയായിരുന്നു. ബേസിന് കുഴപ്പമില്ല, അടിപൊളിയായിട്ടിരിക്കുന്നു. നല്ല രീതിക്കും ആ പൊന്നിൻ്റെ കഥ തന്നെ, അവൻ്റെ രീതി, സംസാര രീതി കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല മറക്കില്ല, സൂപ്പറായിട്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കണ്ടിരിക്കുക. ത്രില്ലറാണ്, തീമാണ്, നല്ല ഒരു മെസ്സേജ് ഉണ്ട്. അത് നന്നായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ പേഴ്സണൽ ലൈഫ് ആർക്കും ആണെങ്കിലും അത് കണക്റ്റഡ് ആവും. അഭിനയത്തിൻ്റെ ലെവൽ നോക്കുവാണെങ്കിൽ 3 പേര് നന്നായിട്ട് കട്ടക്കി നിന്നിട്ടുണ്ട്. ബേസിലാണേലും സജിൻ, ലിജോ മോളെ പ്രത്യേകം എടുത്ത് പറയണം. ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ലിജോ മോൾക്ക് കിട്ടിയ നല്ലൊരു ക്യാരക്ടറാണ്, പറയാതിരിക്കാൻ വയ്യ. സജിന് പക്ക നെഗറ്റീവ് ഷെയ്ഡാണ്. നമ്മളങ്ങ് പുള്ളിയെ അങ്ങ് വെറുത്ത് പോകും. വല്ലാത്ത ദുഷ്ടകഥാപാത്രമാണ് ചെയ്തേക്കുന്നത്, പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിലും കട്ടക്കി നിന്നിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പല ലൈഫിൽ പല സിറ്റുവേഷൻസ് നമ്മളിങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കൈക്കിൽ നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വേറൊരാൾ അനാവശ്യമായിട്ട് കൈക്കലാക്കി പിന്നെ തിരിച്ച് മേടിക്കാൻ നമ്മൾ പോകുമ്പോൾ അയാൾ തരാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിയാക്ഷനും അങ്ങനെ കുറേ യൂണിവേഴ്സലായിട്ടുള്ള കുറച്ച് തീംസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗോൾഡിൻ്റെ കുറേ ദൂഷ്യഫലങ്ങൾ, സ്വർണം കയ്യിലിരുന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ എഴുത്തെങ്ങനെയാണോ, ഇന്ദുവിൻ്റെ എഴുത്തെങ്ങനെയാണോ അത് നന്നായിട്ട് സിനിമയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. 2 മണിക്കൂറാണ്, ക്രിസ്പാണ്, വലിയ ലാഗൊന്നുമില്ല. അവിടെ സീൻസിൻ്റെ സിറ്റുവേഷൻസിൻ്റെ ആയിട്ടുള്ള ലാഗ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മേക്കിംഗ് ആണ്. ഇന്ദുവിൻ്റെ എഴുത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് പക്ക നല്ല രീതിയിൽ അതേ രീതിയിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. പിന്നെ സിനിമ ടൈറ്റിൽ പറയുന്ന പോലെ പൊന്ന് മെയിൻ ഒരു തീമാണ് സ്വർണം. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വില കൂടി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ സ്വർണ്ണം ഭീകര ഒരു തീമാണ്. ഇപ്പം മൊത്തത്തിൽ ഈ സിനിമ തന്നെ ഗോൾഡാണ് കൊണ്ടുപോകുന്നത്. ഗോൾഡിൻ്റെ ബേസിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ഗോൾഡ് കലാക്കാനുള്ള കുറേ ശ്രമങ്ങളും അങ്ങനെ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന കുറേ ക്ലാഷസ്, സജിൻ്റെയും ബേസിലിൻ്റെയും കഥാപാത്രങ്ങൾ, പിന്നെ ലിജോ മോൾ, 3 പേരും കട്ടക്കി പെർഫോം ചെയ്തിട്ടുണ്ട്. ലിജോ മോൾ എടുത്ത് പറയണം, വലിയൊരു കംബാക്കാണ്. ഇനിയും കുറേ മലയാള സിനിമകളിൽ ലിജോ മോൾ വരണം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ലിജോ മോൾ. കുറേ യൂണിവേഴ്സലായിട്ടുള്ള കുറേ തീംസ്, അതായത് നമ്മളെ പെണ്ണിനെ വളരെ വില കുറച്ച് കാണുന്നു, ഗോൾഡിന് പ്രാധാന്യം കൊടുക്കുന്നു, ഈ സ്ത്രീധനം, അങ്ങനെ കുറേ യൂണിവേഴ്സലായിട്ടുള്ള കുറേ തീംസ് ഉണ്ട്. അതിനൊരു അവയർനെസ് എന്നുള്ള രീതിയിൽ പബ്ലിക്കിന് തിരിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ തീംസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓൾറെഡി ആ എഴുത്തിൽ ഇൻക്ലൂഡഡ് ആണ്, അത് തന്നെ സിനിമയിലും കാണുന്നുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല മേക്കിംഗ് ആണ്. ബേസിൽ ഗംഭീര പ്രകടനം. അതായത് മറ്റ് സിനിമകളിലൊക്കെ നമ്മളൊരു ഫണ്ണി ക്യാരക്ടർ, ബാക്കി ഗ്യാങ്ങിൻ്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടർ അങ്ങനെ കണ്ടിട്ടുള്ളല്ലോ നമ്മളിതുവരെ ബേസിൽ. ഇതിനകത്തൊരു പക്ക സാധാരണക്കാരൻ, അയാൾക്കുണ്ടാകുന്ന ദേഷ്യം, അയാളുടെ സങ്കടം, അയാളുടെ സന്തോഷങ്ങൾ, അതൊക്കെ നന്നായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. അത് നേരെ നോക്കുവാണെങ്കിൽ സജിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അമ്പാൻ, നമ്മളെങ്ങനെ അമ്പാനെ എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു അതിൻ്റെ പക്ക നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ സിനിമയിൽ സജിൻ പക്ക നെഗറ്റീവാണ്. നമ്മൾ വെറുത്തു പോകും, കണ്ട പ്രേക്ഷകരൊക്കെ വെറുത്തു പോകും പുള്ളിയുടെ കഥാപാത്രം. നന്നായിട്ട് പുള്ളിയുടെ അഭിനയ മികവാണ്, പറയാതിരിക്കാൻ പറ്റില്ല. സജിൻ്റെ ലിജോ മോൾ അതുപോലെ തന്നെ നല്ല പെർഫോമൻസ്. 3 പേരും കട്ടക്കി പെർഫോം ചെയ്തു. ഗംഭീര പ്രകടനം, പറയാതിരിക്കാൻ വയ്യ. മൊത്തത്തിൽ പടം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുറേ ഇന്നറായിട്ടുള്ള കുറേ സത്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് ഈ പടത്തിൽ, കുറേ ഇൻക്ലൂഡഡ് ആണ്. അത് പ്രേക്ഷകർക്ക് കണക്റ്റഡ് ആവും. ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നന്നായിട്ട് കണക്റ്റഡ് ആവും. അത് ആ രീതിയിലാണ് എൻ്റെ സ്ക്രീൻ പ്ലേ. നടന്ന സംഭവം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് കാണുമ്പോൾ എനിക്കും ഫീൽ ചെയ്തു. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, മിക്കവരുടെയും പേഴ്സണൽ ലൈഫിൽ ഇതിനകത്തുള്ള പല സിറ്റുവേഷൻസും ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. അത് സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. നല്ല മേക്കിംഗ്, പറയാതിരിക്കാൻ വയ്യ, നല്ല മേക്കിംഗ്.